വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മൈസെൽഫ് അരുണിമ, യുവർ സയൻസ് ടീച്ചർ. മിസ് ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും പഠിക്കാനുള്ള ഒരു കാര്യമാണ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. ഇനി എല്ലാ ക്ലാസ്സിലേക്ക് നിങ്ങൾ പോകുമ്പോഴും വളരെ ഫണ്ടമെന്റൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഫിസിക്കൽ ചേഞ്ചസും കെമിക്കൽ ചേഞ്ചസും. സോ വാട്ട് യു മീൻ ബൈ ഫിസിക്കൽ ചേഞ്ചസ്, വാട്ട് യു മീൻ ബൈ കെമിക്കൽ ചേഞ്ചസ് എന്നുള്ളത് കൃത്യമായിട്ട് ഒരു കൺഫ്യൂഷൻ പോലും ഇല്ലാതെ ഏതൊറക്കത്ത് ചോദിച്ചു കഴിഞ്ഞാലും പറയാൻ പറ്റുന്ന ലെവലിലേക്ക് നമ്മൾ മാറണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് കെമിക്കൽ ചേഞ്ചസ് എന്നുള്ളത് നോക്കാം. സോ കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എ കെമിക്കൽ റിയാക്ഷൻ ഫോംസ് ന്യൂ പ്രോഡക്ട്സ്. ഫിസിക്കൽ ചേഞ്ചിന് പറയുന്നത് മാറ്റർ ചേഞ്ചസ് ഫോം ബട്ട് നോട്ട് കെമിക്കൽ ഐഡന്റിറ്റി. ഇതാണ് ഇതിനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിനെ കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത് കെമിക്കൽ ചേഞ്ച് ആണ്. സോ ഇഫ് യു ആർ സേയിങ് ദാറ്റ് എ കെമിക്കൽ ചേഞ്ച് ഈസ് ഹാപ്പൻഡ്, ഒരു സന്ദർഭത്തിൽ ഒരു കെമിക്കൽ ചേഞ്ച് നടന്നു എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് അവിടെ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാം. ദ സബ്സ്റ്റൻസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ന്യൂ പ്രൊഡക്ട്സ്. ഇവിടെ ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടായിട്ടുണ്ടാവും. ലെറ്റ്സ് കൺസിഡർ ദിസ് എക്സാമ്പിൾ ഓഫ് കമ്പഷൻ. കമ്പഷൻ എന്ന് പറയുമ്പോൾ ഒരു വിറകാണ് നമ്മൾ ആദ്യം എടുത്തത്. കമ്പഷന്റെ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അവസാനം നമുക്ക് കിട്ടുന്ന എന്താ? ആഷ് ആണ്, അല്ലെ? ചാരമാണ് നമുക്ക് കിട്ടുക. നമ്മുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന വിറകുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ആഷിന്? ദേ ആർ ടോട്ടലി ഡിഫറെന്റ്. അങ്ങനെ ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് ആഡ് ഓൺ ഒന്നും കൂടെ കാര്യം നമുക്ക് പറയാനുണ്ട്. എന്താണ്? ദർ ഈസ് എ പെർമനന്റ് ചേഞ്ച് ഹാപ്പൻ. എന്താ പറയുന്നത്? ഒരു പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ച് ഹാപ്പൻ ചെയ്തിട്ടുണ്ട്. അതായത് വിറകിനെ നമുക്ക് ഇനി ഒരിക്കലും അല്ലെ പഴയ രൂപത്തിൽ കാണാൻ വേണ്ടി പറ്റില്ലല്ലോ. ആഷ് ആയി കഴിഞ്ഞ വിറക് ഇനി എന്ത് ഇല്ല, ഫോം ചെയ്യത്തില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്തു? കംപ്ലീറ്റ്ലി ന്യൂ പ്രോഡക്റ്റ് അല്ലെ, ന്യൂ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്തു കഴിഞ്ഞു. അപ്പൊ റോട്ടിംഗ് ആയിക്കോട്ടെ, റസ്റ്റിംഗ് ആയിക്കോട്ടെ, ഡൈജഷൻ ആയിക്കോട്ടെ, ഇവിടെയൊക്കെ എന്താണ്? പുതിയ പുതിയ സാധനങ്ങളാണ് ഉണ്ടായത്. ഇനി നിങ്ങൾക്ക് ഡൈജഷനിലാണ് സംശയമെങ്കിൽ അല്ലെ, നമ്മൾ എന്താണ് ഫുഡാണ് കഴിക്കുന്നത്, അത് ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്തു? കെമിക്കൽ റിയാക്ഷൻ നടന്നില്ലേ? അപ്പൊ പുതിയൊരാളായിട്ട് അത് മാറും. ഇരുമ്പ് തുരുമ്പിക്കുന്നത് റസ്റ്റിംഗ് അല്ലെ, ഇരുമ്പായിരുന്നു, ഇപ്പൊ തുരുമ്പിച്ചപ്പോ ഭയങ്കര പൊടിയായിട്ട് വന്നില്ലേ? യെസ്, അങ്ങനെയുള്ള കേസസിൽ കെമിക്കൽ ചേഞ്ചസ് ആണ് നടക്കുക. ഇനി അടുത്തത് നമ്മുടെ ഫിസിക്കൽ ചേഞ്ചസ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ചേഞ്ചസ് ഉണ്ട് അല്ലെ, ചേഞ്ചസ് ഉണ്ട്. ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെയുള്ള ഒരു പേപ്പർ അല്ലെ, ഈ പേപ്പറിനെ മിസ് ചെയ്ത് ഇങ്ങനെ ചുരുട്ടി കൂട്ടി അല്ലെങ്കിൽ ഞാൻ ഇതിനെ കീറിക്കളഞ്ഞു എന്ന് വിചാരിക്കുക. കീറിക്കഴിയുമ്പോൾ ഇതിന് എന്താ സംഭവിക്കുന്നത്? ദ ഷേപ്പ് ചേഞ്ചസ് മൈറ്റ് ബി അല്ലെ, അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, സൈസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, സൈസും ഷേപ്പും ഒക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി സം കേസസിൽ അല്ലെ സ്റ്റേറ്റ് ഓഫ് ചേഞ്ച് വരെ നടക്കുന്നുണ്ട്. അതായത് മിസ് ഒരു ഫ്രിഡ്ജിൽ വെച്ച ഐസിനെ എടുത്ത് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഐസ് എന്താവുന്നുണ്ട്? വാട്ടർ ആയിട്ട് മാറുന്നുണ്ട്. അതായത് സോളിഡ് സബ്സ്റ്റൻസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ ലിക്വിഡ് സബ്സ്റ്റൻസ്. ഈവൻ ദോ അവിടെ കെമിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ് നടക്കുന്നുണ്ടോ? ഇല്ല അല്ലെ. ഇതേ വെള്ളത്തിന് ഞാൻ തിരിച്ച് ഫ്രിഡ്ജ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യും? ആദ്യം കിട്ടിയതുപോലെ തന്നെ ഐസ് ഉണ്ടായിട്ട് വരും. സോ ദാറ്റ് ഈസ് ഓൾസോ എന്ത് പറയാം നമുക്ക്? ചേഞ്ച് ആണ്, ബട്ട് ദാറ്റ് ഈസ് എ ടെമ്പററി ചേഞ്ച് അല്ലെ. അതെന്താണ്? ടെമ്പററി ആയിട്ടുള്ള ഒരു ചേഞ്ച് മാത്രമാണ്. അപ്പൊ മെൽറ്റിംഗ്, ഷ്രെഡിങ്, ബോയിലിംഗ്, ചോപ്പിംഗ് അല്ലെ, ഇതൊക്കെ എന്താണ്? ഫിസിക്കൽ ചേഞ്ചസിന് എക്സാമ്പിൾ ആണ്. മിസ് ഇവിടെ റിയൽ ലൈഫിലുള്ള കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ബ്രേക്കിംഗ് എഗ്, ബ്രേക്കിംഗ് ഗ്ലാസ്, ബോയിലിംഗ് വാട്ടർ, ഫോൾഡിംഗ് പേപ്പർ, മെൽറ്റിംഗ് ആൻ ഐസ് ക്യൂബ്, ചോപ്പിംഗ് വുഡ്, ഇതൊക്കെ എന്താണ്? ഫിസിക്കൽ ചേഞ്ച് ആണ്. ബട്ട് വൺ തിങ് നിങ്ങൾ നോക്കണേ, ഇവിടെ ബ്രേക്കിംഗ് എഗ് മിസ് കൊടുത്തിട്ടുണ്ട് അല്ലെ, കാണാൻ പറ്റുന്നില്ലേ? ഇതേ ബ്രേക്ക് ചെയ്ത എഗ്ഗിനെ ഞാനൊരു ഫ്രൈങ് പാനിൽ വെച്ച് ഞാൻ കുക്ക് ആണെങ്കിൽ അതെന്തായിട്ട് മാറി? അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് ആയിട്ടോ. ആദ്യമുള്ളത് ബ്രേക്കിംഗ് മാത്രമാണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. എഗ്ഗിനെ നമ്മൾ ഓംലെറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്തായി മാറി? കെമിക്കൽ ചേഞ്ച് ആയിട്ട് മാറി എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കുക. അപ്പൊ ഫിസിക്കൽ ചേഞ്ചസിനെയും കെമിക്കൽ ചേഞ്ചസിനെയും ടാബിൾ ആയിട്ട് എഴുതാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ടാബിളാക്കി മാറ്റി എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കൃത്യമായിട്ട് ഇന്നത്തെ ടോപ്പിക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വിവരങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. Until then, bye bye, see you.